ഹായ് ഗായ്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അൺബോക്സ് വീഡിയോ ഞാനത് വിടുന്നില്ല. അൺബോക്സ് വീഡിയോ ഞാൻ ചെയ്തതൊന്നും ഇടാതെ നിങ്ങളൊന്ന് കാണാം. ജസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ, അതായത് പുതിയ MIയുടെ Note 10 Pro, അതാണ് വേരിയൻറ്റ്. അതിൻ്റെ 3 മാസം ഉപയോഗിച്ചതിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞുള്ള എൻ്റെ ഫോണിൻ്റെ ഒരു അവസ്ഥയാണിത്. അത് ഞാൻ ഒട്ടിച്ച് ടെമ്പർ ഗ്ലാസ് വരെ പൊട്ടിപ്പോയി. അത് നമ്മൾ ഉപയോഗിക്കുന്ന പലരുടെയും ഫോണ് പൊട്ടിയിരിക്കുകയാണ്. അത് ഇപ്പോഴത്തെ സ്വാഭാവികമാണ്. നമുക്കിതിനെയും ഇതിൻ്റെ പോരായ്മയെന്ന് കാണാം. സ്ക്രാച്ചസ് ഒക്കെ വരത്തില്ലെന്ന് പറയുന്നത് ബാക്ക് സൈഡിൽ ഗ്ലാസ്സിൽ, പക്ഷേ സ്ക്രാച്ചസ് ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട്. നമ്മൾ ബാക്ക് കവർ ഇതേണ്ട ഈ ബാക്ക് കവറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിട്ടിട്ട് പോലും നമുക്ക് സ്ക്രാച്ചസ് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഗൂഗിൾ ആപ്പാണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത്. നമുക്കൊരു കോൾ ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് നമ്മളിപ്പം കോൾ ചെയ്തു. ഹലോ, അവിടെ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം. അതായത് കോൾ റെക്കോർഡിങ് മറ്റൊരാൾക്ക് കേൾക്കാൻ പറ്റും നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും ഹൈഡ് ചെയ്യാനൊക്കത്തില്ല. ഓക്കെ, അതൊരു പോരായ്മയാണ്. ഓക്കെ, അതെ, ഓക്കെ, ടെസ്റ്റ് ചെയ്യാൻ വിളിച്ചത്. അപ്പം അതൊരു വലിയ പോരായ്മ. അത് എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ആപ്സാണ് ഇതിൻ്റെ അകത്ത് വർക്കാകുന്നത്. അതായത് ഡയലർ പാഡാണെങ്കിലും മെസ്സേജ് ആണെങ്കിലും എല്ലാം ഗൂഗിളിൻ്റെ ആപ്പാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വർക്കാകുന്നത്. അപ്പം നമ്മൾക്ക് പുറത്തൊന്നും ആപ്പ് MIയുടെ ഒന്നും അല്ല, ഡയലർ പാഡൊന്നും അല്ല നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത്. എല്ലാം ഗൂഗിളിൻ്റെ തന്നെയാണ്. അതാകാനാണ് ചാൻസസ് കൂടുതലും. പഴയ സിസ്റ്റം തന്നെയായിരുന്നു നല്ലത്. കാരണം മറ്റൊരാൾ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പറയുക, പിന്നെ പറഞ്ഞിട്ടില്ല, അത് പറഞ്ഞിട്ടില്ല, ഇത് പറഞ്ഞിട്ടില്ല, നമുക്കത് റെക്കോർഡ് കേൾപ്പിക്കായിരുന്നു. യഥാർത്ഥം എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കായിരുന്നു. നമ്മൾ പഴയ ഫോണുകൾ കൊടുക്കാതിരിക്കുക, അത് ഏറ്റവും ബെറ്റർ അതാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന pocox3 ഇങ്ങനെയൊന്നും നമ്മൾക്ക് ഒരാൾ അറിയാതെ നമുക്ക് റെക്കോർഡ് ചെയ്യാനും ഒക്കെ സാധിക്കുമായിരുന്നു. ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ആയി കഴിഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് റെക്കോർഡാകുന്നില്ല. നമ്മൾ ഒരെണ്ണം പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടാൽ പോലും കറക്റ്റായിട്ട് അത് വർക്കാകത്തില്ല. അതൊക്കെയാണ് ഈ ഫോണിൻ്റെ മെയിൻ പ്രോബ്ലം. നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അത് പുതിയ റൂൾ അനുസരിച്ചായിരിക്കാം ചിലപ്പോൾ. മറ്റേ ഒരു പുതിയ ഇതായിട്ട് മറ്റുള്ളവരുടെ അനുവാദം കൂടാതെ ഇത് റെക്കോർഡ് ചെയ്യാൻ ഉള്ള അനുവാദം നമുക്കില്ല എന്നുള്ളതായിരിക്കാം. ഇത് നിയമം അതുകൊണ്ടായിരിക്കാം അതിങ്ങനെ വന്നത്. എന്തായാലും എനിക്കതൊരു നല്ലതായിട്ട് തോന്നുന്നില്ല. നിങ്ങളുടെ അത് എങ്ങനെയാണെന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ പറയാനുള്ളത് ഗൈസ്, നമ്മൾ ഈ ഫോൺ ലോക്കാക്കി കഴിയുമ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടല്ലോ, അത് ഒരു 5 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും അത് ഓഫായി പോകുന്നുണ്ട്. അത് ഇപ്പോൾ ശ്രദ്ധിച്ചാണോ നിങ്ങൾ? 1 2 3 4 5 ഓഫായി കണ്ടോ? ഇത് ഒരു മെയിൻ പ്രോബ്ലമാണ്. എല്ലാ ഫോണുകളിലും അത് കത്തി ഇങ്ങനെ കിടക്കും. ഇതിലാണെങ്കിൽ അത് ഓഫായി പോവുകയും ചെയ്യും. ക്യാമറ കുറേ നേരം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഓവർ ഹീറ്റ് കാണിക്കുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ ഓഫാവുകയും ചെയ്യുന്നുണ്ട്. ക്യാമറയും കാര്യങ്ങളും ഓക്കെ. പിന്നെ ഈ ഫോണ് എടുക്കുന്നവർ ഇതൊക്കെ നോക്കിയിട്ട് എടുക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി നിങ്ങൾ ചൂസ് ചെയ്യുക ഫോണിൻ്റെ കാര്യത്തിൽ. ഇതൊക്കെയാണ് ഞാൻ 3 മാസമായിട്ട് ഉപയോഗിച്ച് ഇതിൻ്റെ റിവ്യൂ. ഈ ഫോണിനെ കുറിച്ചുള്ള ബാക്കി അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ തൃപ്തനാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ 8GB വേരിയൻ്റാണ് ഞാൻ എടുത്തത്. പക്ഷേ
ഇടയ്ക്കിടയ്ക്ക് ഫോണ് ഹാങ് ആവുന്നുണ്ട്. പബ്ജി പോലുള്ള ഗെയിം കളിക്കുമ്പോഴും എല്ലാം ഹാങ് ആവുന്നുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മെയിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല നല്ല വീഡിയോസ്, ട്രാവലിംഗ് വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ വീഡിയോ ഉടനടി നിങ്ങളിലേക്ക് എത്തിച്ചേരത്തുള്ളൂ. അപ്പോൾ ട്രാവലിംഗ് വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ചാനലൊന്ന് തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഞാൻ ഇടുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ട്രാവലിംഗ് വീഡിയോ ഒക്കെ അടിപൊളി വരുന്നുണ്ട്. അപ്പം ഇനിയും മറ്റൊരു വീഡിയോ കാണുന്നത്